ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷാരിയായ മനസ്സ് തകർന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുവാട്ടോ. അതിനുശേഷം നേരെ പോണത് രാഹുലിൻ്റെ റൂമിലേക്കാണ്. അവിടെ രാഹുൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നോണ്ടിരിക്കുന്ന സമയത്ത് ഷാരി പതുക്കെ ചിരിച്ചുകൊണ്ട് രാഹുലേട്ട എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുവാണ്. അതിനുശേഷം വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ചീപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. രാഹുലിൻ്റെ മുടി ചീർപ്പിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ചീപ്പിൽ മുടിയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ ചീപ്പ് എടുത്തതിന് ശേഷം ഷാരി പതുക്കെ രാഹുലിൻ്റെ അടുത്തേക്ക് പോവാണ്. ശേഷം മുടിയൊക്കെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്. ഇതെന്താ രാഹുലേട്ടാ മുടിയൊക്കെ ഒന്ന് ചീവാതെ വെറുതെ ഒരു പ്രാന്തനെ പോലെ ഇരിക്കുന്നത്? മുടിയൊക്കെ വാ, ഞാൻ ചീവിത്തരാം. എന്താ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം? നേരത്തെ കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നപ്പോഴൊക്കെ എന്നെ കൊല്ലാവുന്നത് ദേഷ്യമായിരുന്നു നിന്റെ മനസ്സിലും മുഖത്തൊക്കെ. ഇപ്പം എന്ത് പറ്റി പെട്ടെന്നൊരു സ്നേഹം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്നേഹിച്ചത് ഈ ലോകത്ത് ഞാൻ സ്നേഹിച്ചത് നിന്നെയും അതുപോലെ നമ്മുടെ മകളെയും മാത്രമാണ് എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാലോ രാഹുലേട്ടാ. നമ്മുടെ മകൾ, അതെ അവൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. അവള് കെട്ടിയ മനുമോനും നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് തന്നെയാന്ന് പറയുമ്പോൾ അതെ അവൻ്റെ കാര്യം നീ പറയരുത്, മോളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. ഓ, നിങ്ങൾക്ക് പിന്നെ മനുമോനൊന്നും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം മുടി ഇങ്ങനെ പതുക്കെ നോക്കി ചീവി 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 2-3 മുടിയൊക്കെ ആ ചീപ്പിലാക്കുന്നുണ്ട് കേട്ടോ ഷാരി. അതിനുശേഷം രാഹുൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഷാരി ആ ചീപ്പിൽ നിന്ന് മുടി എടുത്ത് മാറ്റുവാണ്. രാഹുൽ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഷാരി കൈ മാറ്റുന്നുണ്ട്. അതിനുശേഷം രാഹുൽ പറയുന്നുണ്ട്, മനു അവൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, മനുമോനെ എന്താ കുഴപ്പം? ഓ, അല്ലെങ്കിലും നിങ്ങൾക്ക് അവന് ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും അപ്പുറത്തെ അയൽക്കാരനെ കൊണ്ടിട്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതെ, എനിക്ക് കിരണിനെ കൊണ്ടുതന്നെ നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കുമോ മനുഷ്യ? അതിനെ കല്യാണി സമ്മതിക്കുമോ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് കിരണിനെ കൊണ്ട് സരിയും മോളെ കല്യാണം കഴിപ്പിക്കാമെന്ന്. അപ്പം മനുമോൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് രാഹുൽ പറയുവാട്ടോ. അതിനുശേഷം ഷാരി പറയണ്ട്, എന്തായാലും നാളത്തെ ഒരു ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എന്താ തീരുമാനിക്കാം എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ വീണ്ടും മനസ്സിൽ വിചാരിക്കണം, ഇവളെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാളത്തെ ദിവസം എന്ന് പറയണത്? അവളെന്തോ അറിഞ്ഞ പോലെയൊക്കെയാണല്ലോ സംസാരം എന്നൊക്കെ രാഹുൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണമുണ്ട് കേട്ടോ. അതിനുശേഷം ഷാരി അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിനെയാണ്. പ്രകാശൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യേണ്ട പ്രകാശ, ഈ പ്രായത്തിൽ പണിയെടുത്ത് ജീവിക്കാനാണ് നമ്മുടെ വിധി. ഞാൻ സരയുമോണ്ടല്ലോ, അവൾ എന്തൊക്കെ പറയാൻ നല്ലൊരു മോള് തന്നെയാണ്. കാരണം അവളുടെ വീട്ടിൽ പണിക്ക് വരാൻ വേണ്ടി അവൾ പറഞ്ഞു, എന്തായാലും മാസം ഒരു 10-15 രൂപയെങ്കിലും അവർ തരാതിരിക്കില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫുഡ് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫുഡൊക്കെ നമുക്ക് കൊണ്ടുവരാം, നമുക്കത് കഴിക്കാമല്ലോ. 10,000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ 3,000 രൂപയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുക്കാം. ബാക്കി പൈസ എനിക്കും നിനക്കും മരുന്ന് മേടിക്കാൻ മാത്രമേ തികയുള്ളൂ എന്ന് പറയുവാണ്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ സോണി വരുവാട്ടോ. സോണി ഇങ്ങനെ വരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് പോവാണല്ലേ ആ സരയുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ, എന്ത് ചെയ്യാനാ മോളെ, ഞങ്ങൾക്ക് ജോലിക്ക് വല്ല പറ്റൂ എന്ന് പറയുമ്പോൾ സോണി പറയുന്നുണ്ട്, നിങ്ങളെ ഈ അവസ്ഥയിൽ ഈ പ്രായത്തിൽ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനും മോളെ, കല്യാണി മോളുടെ കമ്പനിയിൽ ജോലി തരാമോ എന്ന് ഞാൻ ചോദിച്ചതാണ്, പക്ഷെ അവൾ തന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി എൻ്റെ അടുത്ത് ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽബിനെ വിളിക്കുവാണ്. അങ്ങനെ ആൽബി വരുന്നുണ്ട്. അതിനുശേഷം ആൽബി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു, ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആവാം, അതിനു മുമ്പ് നിങ്ങളുടെ മകൻ തല്ലി പൊട്ടിച്ച തല നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് പറയണേ. നിങ്ങളുടെ മകൻ പൊട്ടിച്ചതിൻ്റെ തല അതിപ്പോഴും ഉണങ്ങിയിട്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ പോണത് വിക്രത്തിനെ അതിന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുവാണ്. അവരൊന്ന് പോയി കാണണം, അവൻ ഇത്രയും ചെയ്ത് എന്നെയും ഇവളും അകറ്റാൻ വേണ്ടിയിട്ടല്ലേ? ഇടോ, നല്ലൊരു ജീവിതമാണ് അവനെ കിട്ടിയത്. സോണിനെ പോലത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു യോഗ്യതയും അവനുണ്ടായില്ല, എന്നിട്ട് അവൻ നല്ലൊരു ജീവിതം കിട്ടി. പക്ഷെ അവന് അത് ഉപയോഗിക്കാൻ വേണ്ടി അറിയില്ല. അതൊരു കണക്കിന് എനിക്ക് നല്ലതായി. അതുകൊണ്ട് എനിക്ക് സോണിനെ പോലത്തെ ഒരു നല്ലൊരു പെൺകുട്ടീനെ കിട്ടി. ഞങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി ആര് വിചാരിച്ചാലും പറ്റില്ലടോ. കാരണം എന്താ, ഞങ്ങൾ വെറും പുറമേ ഉള്ള സൗന്ദര്യം കണ്ടിട്ട് സ്നേഹിച്ചവരല്ല, ഉള്ളിലെ മനസ്സുകൊണ്ട് സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് എന്നെയും എൻ്റെ ഭാര്യ സോണിനെ വേർപിരിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റില്ല എന്നൊക്കെ പറയുവാണ്. അതിനുശേഷം സോണി പറയണ്ട, എന്നാലും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള വിധി എന്നൊക്കെ പറയാണ്. എന്തായാലും ഞങ്ങൾ പോകുക, നിങ്ങളുടെ മകൻ വിക്രത്തിന് ഞങ്ങൾ ജയിലിൽ പോയി കണ്ടോളാം, വാ ആൽബിയേട്ടാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആൽബി നമ്മുടെ സോണിനെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അത് കാണുന്ന പ്രകാശം, എന്തൊരു വിധിയാമ്മയെന്ന് പറയുമ്പോൾ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാ പ്രകാശ എന്ന് അമ്മൂമ്മ പറയണമുണ്ട് കേട്ടോ.
അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷാരീനെയാണ്. ഷാരി വീണ്ടും ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്താട്ടോ. അയാളെ ഷാരി അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മേഡം വീണ്ടും കാണണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ, അല്ല സാർ പറഞ്ഞല്ലോ എന്താണ് ആ മുടിനാരിഴ അവരുടെ അമ്മയല്ല എന്നുള്ള കാര്യം. അപ്പോൾ യഥാർത്ഥ അമ്മയച്ഛനെ കണ്ടുപിടിക്കണമല്ലോ സർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട്. സാർ ഈ മുടിനാരിഴ വെട്ടിക്കീറി മുറിച്ച് പരിശോധിക്കണം. എന്നിട്ട് ഇത് ആ കുട്ടിയുടെ അമ്മയച്ഛനാണോ നോക്കണം. ആഹാ, അപ്പോൾ ആ സത്യങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് മേഡം പറഞ്ഞോ എന്ന് പറയുമ്പോൾ, പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ, ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം ശരിക്കും യഥാർത്ഥ അച്ഛനമ്മയെ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത് ഇന്ന് സർ എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുവാണ്. കുറച്ച് പൈസയും കൊടുക്കണം. അപ്പോൾ അയാൾ പറയേണ്ട പൈസ ഒന്നും വേണ്ട മേഡം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ മേഡം ഒരുപാട് പൈസ എനിക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ മേഡത്തിനെ അറിയിക്കാമെന്ന് പറയാണ്. ഓ വളരെ ഉപകാരം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അയാൾ പോവുകയാണ്. പോയിക്കുമ്പോൾ ഷാരി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും സരയു മോള് എൻ്റെ മോളല്ല, ഇനി അറിയേണ്ടത് താരയുടെയും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ രാഹുലിൻ്റെ മകളാണോ സരയു എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് ഷാരി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും ഷാരിയും രാഹുലും സരയും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഷാരി ഭക്ഷണം കഴിക്കേണ്ട ഭക്ഷണങ്ങളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സരയു ചോദിക്കേണ്ട എന്താ അമ്മ ഭക്ഷണമൊന്നും കഴിക്കാത്തത്. ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ആലോചന വളരെ കൂടുതലാണല്ലോ, ഇനി ഈ പ്രായത്തിൽ അവൾക്ക് വേറെ എനിക്ക് ഭ്രാന്തും കൂടി വന്നുകൊണ്ട് ചിലപ്പോൾ എന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കാനുള്ള വല്ല ആലോചനയാണോ എന്തോ എന്ന് പറയുമ്പോൾ ഷാരിക്ക് ദേഷ്യം വരും കേട്ടോ. ദേ ഭക്ഷണം തന്നിട്ടുണ്ടല്ലോ, അത് വെട്ടി വലിച്ച് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് എന്ന് പറയുവാണ്. ആ സമയത്ത് രാഹുൽ പറയുന്നത്, നിനക്ക് എന്ത് പറ്റി ഷാരി എന്ന് പറയുമ്പോൾ സാരി പറയുന്നുണ്ട്, അമ്മേനെ ആൻറ്റിയുടെ വീട്ടിൽ വിടണ്ടായിരുന്നു, ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ട് വിട്ട് വന്നേ പിന്നെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ്, എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്ന് പറയുമ്പോൾ രാഹുൽ പറയണ്ട, നീ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിലൊന്നും കഴമ്പില്ല ഷാരി, എൻ്റെ പെങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല, അവൾ എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കുന്നില്ല, അതുപോലെ തന്നെ അവൾ അവളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടാവും ശരിയാണ്, പക്ഷെ ഭർത്താവിനെ ഒരിക്കലും അവൾ സ്നേഹിക്കില്ല, തള്ളിക്കളഞ്ഞത് അവരവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഇല്ലാതാക്കും അവള് എന്നൊക്കെ പറയുമ്പോൾ ഷാരി മനസ്സിലാക്കിയ കാണാടോ ആരെയാണ് ഇല്ലാതാക്കാൻ പോണേന്നൊക്കെ എന്നിട്ട് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം കാണിക്കുന്നത് പിന്നെ കിരണിനെയും കല്യാണിനെയാണ്. കിരണും കല്യാണിയും പറയുന്നുണ്ട്, അവരും രാത്രി ഓരോന്ന് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവർ സത്യങ്ങളൊക്കെ അറിയേണ്ട സമയമല്ലോ കല്യാണി, പക്ഷെ അവർ ആർക്കും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത് പോലും, ഇനി അവർ സത്യങ്ങൾ അറിഞ്ഞിട്ട് നുണ പറയാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവർ സത്യം എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ നുണ പറയാനും ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ കിരൺ പറയണു, നുണ പറഞ്ഞുകൊണ്ട് അവരും കൂടി വരട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം കല്യാണം ചോദിക്കണ്ട, അല്ല കിരണേട്ട ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചോദിച്ചോ എന്ന് പറയുവാണ്. അല്ല ഈ ഷാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിന് നിങ്ങളുടെ അങ്കിള് കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ അവരൊരു ദുഷ്ടത്തിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ ഓർമ്മകളിലൊക്കെ അവർ നല്ലൊരു സ്ത്രീയായിരുന്നു, സത്യം പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ കുറവുള്ള ഒരു സ്ത്രീയാണ്, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീ, ഷാരീനെ എൻ്റെ അങ്കിളിനെ കണ്ടുപിടിച്ച് കൊടുത്തു തന്നെ എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയുടെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ലല്ലോ, അവർ നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു, സരയു ഉണ്ടായേ പിന്നെ സരയുക്ക് രാഹുലിൻ്റെ അതേ സ്വഭാവമായിരുന്നു, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെയും ആ രാഹുലിൻ്റെയും സരയുടെയും കൂടെ അല്ല അവർ നിൽക്കുന്നത്, അതുകൊണ്ട് ആ സ്വഭാവം അവർക്കും കിട്ടുമല്ലോ, അങ്ങനെ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോയതാണ് എന്ന് പറയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു സ്ത്രീ തന്നെയായിരുന്നു കല്യാണി മുമ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ രാഹുൽ എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ എങ്ങനെയെങ്കിലൊക്കെ അവരുടെ മകളെ കൊണ്ട് വീണ്ടും കെട്ടിക്കാൻ വേണ്ടി നടക്കുവാണല്ലോ എന്ന് പറയുമ്പോൾ അത് അയാളിന് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെല്ലാം നാശവും എല്ലാവർക്കും ഉണ്ടാക്കും എന്നുള്ള പേടി എനിക്ക് ഇരുന്നിട്ട് എനിക്കെന്ന് പറയുമ്പോൾ, നീ പേടിക്കേണ്ട കല്യാണി, അങ്ങനെയൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തോളാം എന്നിങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കല്യാണിനെ സമാധാനിപ്പിക്കുന്ന കിരണിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.